ഞാൻ മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ നാം നേരിടേണ്ട 4 സത്യങ്ങളെക്കുറിച്ചാണ്. ദൈവം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകും. അതാണ് നമ്മുടെ വിധി. അതിൽ നാം വിശ്വസിക്കണം. ഒന്നാമത്തെ സത്യം നമ്മുടെ ജനനമാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇന്ന സമയത്ത്, ഇന്ന സ്ഥലത്ത്, ഇന്ന മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു അല്ലെങ്കിൽ ജനിച്ചു എന്നുള്ളത് ദൈവനിശ്ചയമാണ്. എന്നെ എന്തുകൊണ്ട് അംബാനിയുടെ മകനായി ജനിപ്പിച്ചില്ല എന്ന് പരാതിപ്പെടുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എന്നെ എന്തുകൊണ്ട് കൈയും കാലും ഇല്ലാത്തവനായി സൃഷ്ടിച്ചു എന്ന് പരാതിപ്പെടുവാൻ എനിക്ക് അവകാശമില്ല. കാരണം ഇതെന്റെ തലവരെയാണ്. ഇത് നാം സ്വീകരിക്കണം. രണ്ടാമത്തെ സത്യം നമ്മുടെ ജീവിതാന്തസ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്ത് ജീവിക്കണം എന്നത് ദൈവനിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാരായ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർഷകരായ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അച്ഛന്മാരായ, ഡോക്ടർമാരുടെ പണി ആര് ചെയ്യും? കർഷകരുടെ പണി ആര് ചെയ്യും? സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും ഓരോ ജീവിതാന്തസ്സ് നൽകുന്നു. അത് നാം സ്വീകരിച്ചേ പറ്റൂ. BCAക്കും BComനൊക്കെ പഠിച്ച് നിങ്ങൾ പഠിച്ചതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയിലായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക. അത് ദൈവനിശ്ചയമാണ്. അത് നിങ്ങൾ സ്വീകരിക്കാൻ പറ്റൂ. മൂന്നാമത്തെ സത്യം നമ്മുടെ വിവാഹമാണ്. നമ്മുടെ ജീവിതസഖിയായി ആര് വരും, നാം ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. നമ്മൾ എത്ര ബലം പിടിച്ചാലും അവരുമായുള്ള വിവാഹമേ നടക്കൂ. പുരുഷന് ദൈവം ജന്മം നൽകുമ്പോൾ അവന് വേണ്ടിയുള്ള സ്ത്രീയെ ദൈവം എവിടെയെങ്കിലും കരുതിയിരിക്കും. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ കണ്ണൂരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവന് തിരുവനന്തപുരത്തെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ അവനടുത്ത് ഏതെങ്കിലും ജില്ലയിൽ നിന്ന് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്റെ സഹോദരങ്ങളെ, ദൈവം നിശ്ചയിക്കുന്ന ആളുമായി മാത്രമേ നമുക്ക് ജീവിക്കുവാനാവൂ. നാലാമത്തെയും അവസാനത്തെയും സത്യം നമ്മുടെ മരണമാണ്. നാം എവിടെ എങ്ങനെ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. പ്രിയമുള്ളവരെ, ഇതാണ് നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട, നാം ജീവിതത്തിൽ പഠിക്കേണ്ട 4 സത്യങ്ങൾ. ദൈവനിശ്ചയം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ കുത്തിയിരിക്കുവാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ കഴിവുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വളർത്തി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം തമ്പുരാൻ തന്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊള്ളും. നിങ്ങളെല്ലാവരും ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവരാകണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പണിപ്പെടുമെന്ന് പൗലോ കൊയ്ലോ പറയുന്നുണ്ട്.